least we got each other, but our words ain't mean a damn thing if we keep on treading water. We can't fight the changing tides, so do we hold on or just let go? It's too late to look back now. Whoa. Baby, don't look down. We're drifting into the unknown. It's just you and I, and no ground left to follow. So tell me now, will you hold me up when there ain't no promise of tomorrow? Baby, don't look down. We're drifting into the unknown. Don't look down. I've been trying to figure why it's always the good who go down. We weren't perfect, but I was sure that we wouldn't be sticks and stones now. We can't fight the changing tides, so do we hold on or just let go? It's too late to look back now. Whoa. Baby, don't look down. We're drifting into the unknown. It's just you and I, and no ground left to follow. So tell me now, will you hold me up when there ain't no promise of tomorrow? Baby, don't look down. We're drifting into the unknown. Don't look down. I can't see through the windows, I can't hear through the walls, but I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. Been fighting with the rivers and blinded by the storms, but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need.
can see now. I'm so close, I can exhale, I can let go. My heart can breathe. വിവാഹത്തിന് മുമ്പുള്ള മനസ്സമ്മതം നടക്കുന്ന സമയമാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബം എല്ലാ തരത്തിലും ദൈവാനുഗ്രഹങ്ങളുടെ ദൈവകൃപകൊണ്ട് നിറഞ്ഞായിത്തീരണമേ എന്ന് ആണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അതിനൊപ്പം ദൈവത്തിൻ്റെ കൃപയോട് സഹകരിച്ച് ഈ മകളും കുടുംബവും വളരുന്നതിന് വേണ്ടിയുള്ള കൃപകളോട് സഹകരിക്കാനുള്ള ശക്തി എല്ലാവർക്കും കാണണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവം എന്നീ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ വാഹിനിയാകാൻ ഒരുങ്ങുന്ന മനസ്സമ്മതത്തിൻ്റെ ദിവസത്തിൽ എല്ലാ തരത്തിലും നമ്മളെ ഒരുക്കിയ കർത്താവെ നന്ദി പറയുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ മരണം മൂലം കടന്നുപോയ ഞങ്ങളുടെ പിതാമഹന്മാരെ ഓർക്കുകയാണ്. പക്ഷേ അനിയും അതുപോലെ ഇവിടെ നിന്ന് വിവേചന മരിച്ചുപോയെങ്കിലും അതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ കൂടുതലായിട്ട് കൊച്ചു പാപ്പനെയും കൊച്ചമ്മയും അതുപോലെ അവിടെ മക്കൾ കുഞ്ഞുമക്കളെല്ലാവരെയും കർത്താവ് ഈ സമയത്ത് ഓർക്കുന്ന അവിടെയെല്ലാം സാന്നിധ്യം സ്വർഗത്തിൻ്റെ ഈശോയോട് പിതാവായ പുത്രനും പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വിശ്വാസം അവരോട് ചേർന്ന് തന്നെ സ്തുതിച്ച് ആരാധിക്കുന്നതിന് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവിൽ ഇന്ന് വിവാഹത്തിൻ്റെ ഒരുക്കമായിട്ട് മനസ്സമ്പത്തിനായിട്ട് നന്ദി പുറപ്പെടുന്ന ഈ മകളെയും മാതാപിതാക്കളെയും എല്ലാവരെയും സഹോദരങ്ങളെയും എല്ലാം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവരുടെ ഭാവി കുടുംബജീവിതം എല്ലാ തരത്തിലും പ്രഭുവിൽ നിറഞ്ഞതായിരിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരെ വളർത്തി ഇവർക്ക് അക്ഷരജ്ഞാനവും അറിവും പകർന്നു കൊടുത്ത അധ്യാപകരെയും ഓർക്കുന്നു. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം ആത്മീയമായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യം ആത്മീയമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്ന കർത്താവ് അവരോട് എല്ലാവരും ഇന്നവരെ സ്തുതിക്കുകയും ചെയ്യുന്നു. സർവ്വസ്വർഗീയ അനുഭവോട് ഞങ്ങൾ ചേരുകയും ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായി തീരുന്ന എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിനും ഇതിൻ്റെ കുറവ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ ഇടയാവരുതേ, ഉത്സാഹത്തിനെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയെ അവരിച്ചറിയാൻ പറയുമേ. ശ്രീയമായ സർവശക്തരെ സ്വർഗീയണങ്ങളെ നിങ്ങളുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. നന്മ പറഞ്ഞു പറയുമേ. സ്വസ്തി കൃപയും രാമജത്തിന്റെ സ്നേഹവും പരിസ്ഥാന സുഹാസയും അവരോടും മാതാപിതാക്കളോടും ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഉണ്ടായിരിക്കും എപ്പോഴും എന്നേക്കും. ആമേൻ.
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹവുണ്ടായ്മയ്ക്ക് മനുഷ്യവംശത്തിന് നിലനിൽപ്പനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു പിതാവായ പ്രാർത്ഥനയും അവന്റെ ജീവിതവും കാണികളാകാൻ തിരഞ്ഞെടുത്ത റബ്ബേക്കായി അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വന്തം മനസ്സോട് തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. സാഖ്യന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനം നടന്നിരിക്കുന്ന ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർദ്ദരാകാം, സിന്ധുമലയാം, കർത്താവിനെ തേടുന്നവർക്കോ ഒന്നും കുറവുണ്ടാകുകയില്ല. മക്കളെ ഒന്ന് കേൾക്കുവിൻ. ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. എങ്കിൽ തിന്മയും നാവിനെയും വ്യാജഭാഷ നിന്നാദരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിവാഹവാഗ്ദാനണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നാൽപ്പതച്ച് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളിൽ നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥന സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനെയുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനും നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉദ്ധരക്ഷയുമേകുന്നു. കർത്താവേ, എനിക്ക് നന്ദി പറയുന്നു. ശ്രമമാകുന്നു അത്യുന്നതങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരനിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനെയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എൻ്റെ കർത്താവിനെ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി
ഉയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം മഹത്വനേ, കാരുണ്യം നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ നീക്കുമാമേ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാൻ സമാധാനമോടുകൂടെ. ദൈവമേ, അങ്ങയുടെ ജീവനായവും ദൈവികമായ കൽപ്പനകൾ മാധുരാസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശീലങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹോച്ചാരണവരക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരണത്താലും ഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമുക്ക് സദാവൃതന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. സുവിശേഷം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിർത്തുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിർത്തും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളെ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇന്നിപ്പോൾ 4 കുടുംബങ്ങളിലായിട്ട് 2 മനസ്സമ്മതം നടക്കുകയാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാം. കാരണം ഇവിടെയുള്ള പെൺകുട്ടികളുടെ 2 കുടുംബങ്ങളും എല്ലാം അങ്ങോട്ട് അറിയാവുന്നവരും ബന്ധപ്പെട്ടവരെല്ലാം. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒരുമിച്ചുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് 2 കൂട്ടരുടെയും മനസ്സമ്മതം പങ്കെടുക്കുന്നതിന് തുല്യം. 2 വന്നിരിക്കുന്നതിൽ നമ്മൾ ഒന്നാണ് എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയായിരിക്കാം ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഇങ്ങനെ നടക്കുവാനിടയായി. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യം. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്, ഓർമ്മിപ്പിക്കേണ്ടത് ആണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ 2-3 വാക്യങ്ങൾ പറഞ്ഞുകൊള്ളാം. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ താമസിക്കുന്ന പുന്നപ്പുറയാണ്. അവിടെ ആ കോളേജിലെ കുട്ടികളുമായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നടത്തുവാൻ വേണ്ടി 2 വിദേശ വനിതകൾ അവിടെ വന്നു. അവർ ടൂറിസ്റ്റുകളായിട്ട് വന്നവരാണ്. പക്ഷേ അവർ അറിഞ്ഞു കേൾക്കും അവർക്ക് ഈ നാട്ടിലെ യുവജനങ്ങളുമായിട്ടൊന്ന് സംവദിക്കാനെന്ന് താല്പര്യം തോന്നി. ആ ടൂർ കണ്ടക്ട് ചെയ്യുന്ന ആൾ നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നവരുമായിട്ടൊക്കെ കാണുകയും കേൾക്കുകയും മിണ്ടുകയും പറയുകയും ചോദിക്കുകയും അവരുടെ സ്വപ്നങ്ങളൊക്കെ എന്താണെന്നൊക്കെ കേൾക്കുകയും ചെയ്യും. അതിനുശേഷം അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഹോളിലേക്ക് കടന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. അവിടെ കയറി ചെന്നു. അവരോട് സംസാരിച്ചു. വളരെ ഔട്ട്സ്പോക്കണായിട്ടുള്ള പെൺകുട്ടികൾ 2 പേരാണ്. 2 പേർക്കാണ് 35-38 വയസ്സൊക്കെ പ്രായമുള്ളവരാണ്. 2 പേരും വിവാഹിതരല്ല, വളരെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവരെ എല്ലാ വർഷവും അതിൽ ഒരാൾ 13ാമത്തെ പ്രാവശ്യം ഇന്ത്യയിൽ വരുന്നയാളാണ്. അപ്പോൾ അവരോടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മതങ്ങൾ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് പറഞ്ഞ് സ്നേഹിക്കുക. അതാണ് ഞങ്ങളുടെ മതം, അതാണ് ഞങ്ങളുടെ വിശ്വാസം. സ്നേഹിക്കുക പറയുമ്പോൾ എളുപ്പമാണ്, വളരെ എളുപ്പം. അവരെ കാരണം അവർ ബന്ധങ്ങളൊന്നും ഇല്ല നടക്കുകയാണ്. കല്യാണം കഴിക്കാത്തവർ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാട് നടക്കുമ്പോൾ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പം. യഥാർത്ഥത്തിൽ വിവാഹിതരായ കുടുംബത്തിൽ മക്കളെയും വളർത്തി ജീവിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പൊളി അറിയുന്നത്. ഈ ചിലപ്പോൾ ഓറഞ്ചിൻ്റെ കാര്യം ചോദിച്ചു. ഞാൻ ട്രെയിനിൽ വേണ്ടി യാത്ര
UP യാത്ര ഇങ്ങോട്ട് വരുന്ന സമയത്ത് നാഗപ്പൂർ വരുമ്പോഴത്തേക്ക് ഓറഞ്ചിൻ്റെ നാടാണ്. അവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓറഞ്ചൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ സ്വീറ്റാണെന്ന് ചോദിക്കും, അവരോട് കാട്ടാമിട്ടാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുളിയും മധുരമുള്ള കാട്ടാമിട്ട. അപ്പോൾ ഈ ജീവിതം കാട്ടാമിട്ടാണ്. പുളിയുണ്ട്, മധുരമുണ്ട്. മധുരം മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പുളിയെ നിങ്ങൾക്ക് മധുരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു പ്രത്യാശയാണ് നിങ്ങളിവിടെ എത്തിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിലേക്ക് വന്നത്. ഇതേ ഞങ്ങൾ വിവാഹത്തിലായി കുടുംബജീവിതം നയിക്കാൻ പോകും. ഞങ്ങളുടെ ജീവിതം ഇപ്പം ഞങ്ങൾക്ക് സ്വീറ്റായിട്ടൊക്കെയാണ്. ഇപ്പം കുറച്ച് പേര് പുളി ഉണ്ടാകുമായിരിക്കും, കാട്ടാമിട്ടായിട്ട് ഒരു സമയം ഉണ്ടാകുമായിരിക്കും. അപ്പോഴും കർത്താവേ ആ പുളി മാറ്റി മുഴുവനും മധുരമുള്ളവർ തീർക്കണമേ എന്ന് കർത്താവിനോട് പറയാൻ വന്നതാണ്. അല്ലേ അല്ലേ? ആ പ്രത്യാശ ഉണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞങ്ങൾ കുടുംബജീവിതം നീ ആഗ്രഹിക്കുന്ന നിന്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ഇപ്പോഴത്തെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ പോകുന്നതാണ്. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം എന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എവിടെയാണ് തുടങ്ങിയത്? നിങ്ങൾ മാമോദിസ എവിടെയാണ്? നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും എൻ്റെ പള്ളിയിൽ. ഇവിടെ എന്ന് പറയുമ്പോൾ പള്ളി. ആദ്യ കുർബാന ആഘോഷമായ ആദ്യ കുർബാന സമയം പള്ളി നടന്നു. ഇനി നിങ്ങൾ മനസ്സമ്മർപ്പിച്ച് നടത്തുന്നു, വിവാഹവും പള്ളി വെച്ച് നടത്തുന്നു. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ കയ്പോ പുളിയോ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത്? ഇങ്ങോട്ട് തന്നെ വരേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ഈ ഒറ്റ കാര്യം മാത്രമേ ഈ സമയത്ത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കാട്ടാമിട്ടയൊക്കെ ആയിട്ട് പിന്നെ എല്ലാം മധുരമായവരും ഒക്കെയാണ്. അവസാനം വരുമ്പോഴത്തെ എല്ലാം ശാന്തമായി തീരും. ഒഴുകും. ദൈവാശ്രയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകും. നദികൾ വന്ന് ഇവിടെ മൂന്നായിട്ട് പോകുന്ന പോലെ സ്ഥലമുണ്ട്. അവിടെ വരുമ്പോൾ പമ്പ അത് രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പിരിയാതെ നിൽക്കണമെങ്കിൽ കർത്താവിലുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ ഉണ്ടാകും. അത് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയാണ് ആ കയ്പിനെയും പുളിപ്പിനെയും എല്ലാം മധുരതരമാക്കി തീർക്കും. അവർ നിങ്ങളുടെ എല്ലാം തന്നെ ഇവിടെയാണെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴും നിങ്ങൾ സഭയിലേക്ക് തന്നെയാണ് തിരിയേണ്ടതിൻ്റെ പരിഹാരത്തിന്. സഭയ്ക്ക് പരിഹാരമുണ്ട്. പെട്ടെന്നല്ലായിരിക്കാം. ക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ സഭയുടെ പരിഹാരം ഉണ്ടാകും. അപ്പോൾ പഴയതിലും കൂടുതൽ സ്വീറ്റായി തീരും, മധുരതരമായി തീരും നിങ്ങളുടെ ആ കുടുംബജീവിതം. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെ, അവരുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ നീസസിനെ, കസിൻസ്, നെഫ്യൂസ്, നീസസ്, വല്യപ്പന്മാർ, അങ്ങനെയുള്ള എല്ലാ തലമുറയിൽപ്പെട്ടവരെ ചുറ്റും കൂടിയിരുന്നുകൊണ്ടാണ് നടത്തുന്നത്. നിങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി മനസ്സമ്മതം എന്നൊക്കെ പോയി അവിടെ 4-7 പേരെ കാണുന്നു. നിങ്ങൾക്കൊക്കെ എന്ത് ബലമാണ് നമ്മുടെ വീട്ടുകാർ തരുന്നത്? എന്ത് ബലം നിങ്ങളുടെ നാട്ടുകാർ തരുന്നത്? ഇതുപോലെല്ലാം ഒരു ഗ്യാതറിക്ക് ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളും മനസ്സമ്മതത്തിന് കല്യാണത്തിന് കാണണം ഇല്ല. അതെല്ലാം പോയി അവരുടെ അധ്യാപകന്മാരായിട്ട് എടുക്കണേ പറഞ്ഞാൽ പിള്ളേരുടെ കാര്യം പറയും. സ്നേഹം എന്ന് പറഞ്ഞാൽ തുടർന്ന് സ്നേഹം അവർ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ കുറച്ച് ഒരു മുലയ്ക്കൊക്കെ ഇരിക്കുന്ന സമയങ്ങളുണ്ടാകും. അവിടെ പ്രിയപ്പെട്ട ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. നിങ്ങളെ വിവാഹിതരാക്കുന്നത് നിങ്ങളുടെ കുടുംബം സ്ഥാപിക്കാനാണ്. എല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ഒരു കുടുംബം സ്ഥാപിക്കാൻ. അവിടെയാണ് നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മക്കളിലേക്ക് അത് കൈമാറുന്നു. ഇന്നിപ്പോൾ വന്നപ്പോഴത്തേക്ക് 4 കുട്ടികളുടെ മാതാപിതാക്കൾ. അതിലെ മുതിർന്ന പയ്യനെ അവനാണ് ജനറൽ മാനേജർ. അമ്മ മാറി നിൽക്കുകയാണ്. ആ പിള്ളേർ 4 കൂടെ അവരുടെ കാര്യങ്ങൾ മാനേജറോട് കളിച്ചു നടക്കുന്നു. ചേട്ടൻ അമ്മൂട്ടൻ ചേർക്കനാണ്, അവനാണ് അത് മാനേജ് ചെയ്യുന്നത്. നമ്മൾ വേഗം ഒന്നി കൊടുക്കേണ്ട എന്ത് മാറാം. ഒന്നിനെ ഇതോടെ പറഞ്ഞാൽ മാതാപിതാക്കൾ ഒന്നിനെ വളർത്തിയാൽ പറ്റത്ത്, 2നെ വളർത്തിയാൽ കുറച്ചുമേ. 3ആണെങ്കിൽ 3ആണ് കറക്റ്റായിട്ടുള്ളത്. 3 കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതോറും അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ മക്കളാണെന്ന കാര്യത്തെ ആളുകൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങളിതൊക്കെ പുനഃസ്ഥാപിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഈ കാര്യം ഈ സമയത്ത് ഞാൻ ഗൗരവമുള്ളൊരു കാര്യമായിട്ട് ഓർക്കുന്നത്. ഒരു വീഡിയോ വന്നായിരുന്നു 7 പിള്ളേർ. ഇനി എങ്ങനെയാണ് നിങ്ങൾ നിർത്താൻ പോകണോ തുറന്ന് എന്താണ് ഞങ്ങളൊന്നും തീരുമാനിച്ച ദൈവത്തിന് വിട്ടുകൊടുത്ത് 7 പിള്ളേരായി. 7 പിള്ളേരായി വളരെ നിങ്ങളെ കണ്ടു കാണുന്നത് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അതിൻ്റെ ഫ്രൂട്ടും എന്ന് പറയുന്നത് കുടുംബം എന്ന മക്കളാണ്. ഇത് മറന്നു പോകരുതേ. മറന്നു പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ ഞങ്ങളെവിടെയെങ്കിലും ഓൾഡേജ് പോയി താമസിച്ചവർ ഈ ഓൾഡേജ് പോയാൽ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കാൻ യുവാക്കളും യുവതികളും വേണ്ടേ?
എല്ലാവരും ഇതിനു ചെയ്ത് നേഴ്സായിട്ട് ഒന്ന് ബുക്ക് വെച്ചിറക്കി നടത്തും. ഇല്ല, അവർക്ക് കൊടുക്കണം. ദൈവത്തിലെ അനുഗ്രഹത്തിൽ നമ്മൾ വഴിയടയ്ക്കരുത്. എല്ലാ നന്മകളും നിങ്ങളുടെ പേര് ഒരു തോമസ് എന്ന് പറയുന്ന ഡെനീസ്, റിത്തു എന്ന് പറയുന്ന എലിസബത്ത് ഇവിടെ ഇരിക്കുന്നു. പിന്നെ ജിബിൻ ജോഡി എന്ന് പറയുന്ന ജോസഫ്, ഇവിടെ ഷെറിൻ ജോർജ് എന്ന് പറയുന്ന അന്ന, ഇവിടെ മാതാപിതാക്കളെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് 4 പേർക്കും എല്ലാം നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങളതിനെ തടസ്സം സൃഷ്ടിക്കാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ വളർന്നു വരുന്നത് ഞങ്ങൾക്കൊക്കെ മാറി സന്തോഷിക്കാനുള്ളത്. അതുപോലെ എല്ലാവരെ കൂട്ടിയത് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സന്തോഷത്തോടെ. ഇനി ഞാൻ ഇവിടെ ഋതുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആന്റിമാരും എല്ലാവരും ഉണ്ട്. നമ്മൾ എല്ലാവരും വരാൻ പറയും. എല്ലാവരും വിളിച്ചു ഫോട്ടോ എടുക്കും. എവിടെ എടുക്കുന്നില്ലേ? നിങ്ങളുടെ പിള്ളേരാണല്ലോ. എന്തൊരു സന്തോഷമാണ് നമ്മൾ ഒരുമിച്ച് കൂടെ വരുന്നത്. ആ സന്തോഷം കൂടെ ഇപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കുട്ടികൾ കുടുംബമില്ല സംഭവം എവിടെ നിന്നുണ്ടാകാൻ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാകും. ഓക്കെ, ഞാൻ അധികം ദിവസം താമസിച്ച് പോയി. അതിലൂടെ ഇനി ഞാൻ തീർപ്പിക്കുന്നില്ല. പക്ഷേ ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ടാകട്ടെ, നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും 1 മണി 12 മണിക്കൊക്കെ എല്ലാം ഭക്ഷണം കഴിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. നല്ല വിശപ്പോടുകൂടി ഭക്ഷണം കഴിക്കും. ആരും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരിക്കാൻ ഇടയാക്കില്ല. ഇവിടെ എല്ലാ നന്മകളും ഇവിടെ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബം വളർന്നു വരുന്നത് അവിടെ ഹൃദയം സന്തോഷിക്കണം. അത് നിങ്ങൾ ഇട കൊടുക്കണം. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതകരമായിട്ട് ഭാവിയുടെ കരുതലാണ് കുടുംബജീവിതം. അങ്ങനെ നിങ്ങളെ കൗണ്ട് ചെയ്യാൻ പറ്റണം. സമൂഹത്തിൽ നിങ്ങളെ കൗണ്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, വിശ്വസിങ്ങളെ വിവാഹിതരാക്കുകയാണ്. നിങ്ങളിൽ മക്കളുണ്ടാകുന്നു, ഈ സമൂഹത്തിൽ ശുശ്രൂഷയായി പിള്ളേരൊക്കെ ഉണ്ടാകുന്നുള്ള ആ ബോധ്യത്തോടെ നിങ്ങൾ കൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. എല്ലാ നിങ്ങളിൽ നിൽക്കുന്ന വരുന്നതിനോടുണ്ടാകില്ല വിശ്വാസത്തിലുള്ള ആഴപ്പെടലുകൊണ്ട് മാത്രമേ അതുണ്ടാകുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം, ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബം, പരസ്പരം പങ്കുവയ്ക്കുന്ന കുടുംബം, എല്ലാവരുമായിട്ട് ഇടപെടുന്ന കുടുംബം, ആ രീതിയിലുള്ള സുന്ദരമായ കുടുംബത്തിൻ്റെ ഉടമകളായ നിങ്ങൾ 4 പേര് 2 കുടുംബത്തിൻ്റെ ഉടമകളായ 4 പേര് തീരട്ടെ. അതുകൊണ്ട് നിങ്ങൾ വലിയമാർക്കെല്ലാവരും സന്തോഷിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും എഴുന്നേൽക്കാം. കർമ്മശുശ്രൂഷ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കർത്താവേ ഈ ദാസനമേ കരുണയുണ്ടാകണമെന്ന് എല്ലാവരും ഉറക്കെ ചെല്ലാം. പ്രത്യേകിച്ചും നിങ്ങൾ 2 പേരും എല്ലാവരും ചെല്ലാം. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിനാവുള്ള കൃപയിൽ നൽകുകയും ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഹൃദയവിശുദ്ധമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സ്ഥിരാക്കണം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലെ പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കുദാശ ദമ്പതികൾ തമ്മിലും ദൈവമായി നടത്തുന്ന ഉടമ്പടിയും മരണവരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും ഭവായിക്കും പുതർക്കും പ്രഭാസ്വായി സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവാദമേ, വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ഡെന്നിസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ റീതുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. റീതു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ഡെന്നിസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം
സാക്ഷികൾ രണ്ടും. നിങ്ങളിതിന് സാക്ഷികളാണല്ലോ. നടത്തിയ നിങ്ങളെ വിശ്വാസത്തിലേക്ക് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സഭയെ നിർമ്മലബദ്ധമായി സ്വീകരിച്ചവരായ മിശിഹായി വിവാഹവാഗ്ദാനം ചെയ്ത ദാസനെയും അങ്ങയുടെ കാരണത്തിന് ഫലം കൈങ്ങണമേ. ഞങ്ങളുടെ അമ്മയോടത്തിന്റെയും കുടുംബത്തിന്റെ നാഥനായ മാറിയാസത്തിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്രീഹായുടെയും പ്രാർത്ഥന വിവാഹവാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധതയും വിശ്വസിച്ചാൽ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധതയെ വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായമായിരിക്കട്ടെ. സർവ്വന്റെ നാഥായ നീക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടെ തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെ സാറായെയും ഇസ്ഹാക്കിനെ റെബേക്കയെയും യാക്കോബിനെ റാഹേലിനെ സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂതാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Like a dream you can't explain, love can change the beating of your heart. Like the sunshine in the rain, love can make your whole world fall apart. But I want it now. Just wanna spend my life with you. Time will show me how. Suddenly everything has turned me inside out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. Gotta love somehow. Just wanna spend my life with you. You can show me how. Suddenly everything has turned me inside out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. How it's meant to be. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബ്രാൻഡ് ന്യൂ കപ്പിൾ റഥു ആൻഡ് ഡെന്നീസ് ഇത് അല്പസമയത്തിനകം നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നതും അവർ സ്റ്റേജിലെത്തിയാൽ ഉടനെ നമ്മുടെ സ്റ്റേജിലെ ഒഫീഷ്യൽ സെറമണീസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. സോ വൺസ് അഗെയിൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്.
നിങ്ങൾ എല്ലാവരും സെറ്റിലായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Therefore, what God has joined together, let no one separate. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു മനോഹരമായ ദിവസം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഋതു ആൻഡ് ഡെന്നീസിൻ്റെ ബെട്രോത്തൽ ഡേയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. A warm good afternoon and hearty welcome to one and all gathered here. I'm Donna, your host for today's function. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഡേ ആണ് അല്ലേ? വിവാഹത്തിനുള്ള മനസ്സമ്മതമൊക്കെ അറിയിച്ചിട്ട് രണ്ടുപേരും ബ്യൂട്ടിഫുൾ കപ്പിളായിട്ട് സ്റ്റേജിൽ നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദ ഡേ ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ വിഷസും ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ യാത്രയ്ക്ക് നേരുകയാണ്. ആൻഡ് വിഷിംഗ് യു ബോത്ത് എ വെരി ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. എന്നാണ് കല്യാണം? എന്താണ്? January 2nd. അപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെയൊക്കെ ഉള്ളൂ. എല്ലാവരും പറയുന്നത് പോലെ ലൈഫിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോവാണ് അല്ലേ? കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കുറച്ച് റോൾ ചേഞ്ചിങ്ങും ഒക്കെ ഉള്ള ഒരു പുതിയൊരു ഘട്ടമാണ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം കാണും ഇല്ലേ? അപ്പോൾ നമുക്ക് അവരോട് തന്നെ ഒരു ഫ്യൂ വേർഡ്സിൽ ചോദിച്ചൊന്നറിയാം. വലിയ സെൻറ്റൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സിലൊന്ന് ഷെയർ ചെയ്യാം. എല്ലാവർക്കും എത്തിച്ചേർന്നതിന് വളരെ താങ്ക്സ്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, അവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഹാപ്പി എക്സൈറ്റ് ഒക്കെ അല്ലേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നും വേണ്ട. പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. By the way, Ritu, you look so stunning in this lehenga. സുന്ദരിയായിട്ടുണ്ട്. ഋതുവിൻ്റെ ആ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. അപ്പോൾ ഡെന്നീസ് ഓർക്കുന്നുണ്ട് ഞാൻ എന്താ മോശമാണോ? ഒട്ടും മോശമല്ല, സൂപ്പർ ലുക്കിംഗ് ആയിട്ടുണ്ട്. ആൻഡ് യു ബോത്ത് മേക്ക് എ പെർഫെക്റ്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ രണ്ട് സൈഡിലും കുറച്ച് പേരിലേക്ക് വന്ന് നിന്നാൽ ആ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ഫ്രെയിം കംപ്ലീറ്റ് ആകുമല്ലോ അല്ലേ? ഇതുവരെയുള്ള ഇവരുടെ ജേർണിയിൽ ഇവർക്ക് ലവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഇന്നത്തെ ഈ ഒരു ദിവസം ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഡെന്നീസിൻ്റെ ഫാമിലിയാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്. ഡെന്നീസിൻ്റെ ഫാദർ ലേറ്റ് മിസ്റ്റർ ജോസ് തോമസ് ചാളിമാക്കൽ ഹൗസ്. അഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസും ഒക്കെ ഇന്നത്തെ ഒരു ദിവസം ഇവരോടൊപ്പം ഉണ്ടാകും. അമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് എല്ലാവരും ചേർന്നിട്ട് നല്ലൊരു കൈയ്യടി പ്ലീസ്. I was waiting for so long for a miracle to come. Everyone told me to be strong. And don't shed a tear. Through the darkness and good times, I knew I'd make it through. And the world thought I had it all, but I was waiting for you. Hush, now I see light in the sky. Oh, it's almost blinding me. I can't believe I've been touched by an angel with love. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shatter the walls for a new sun. A new day. Where it was dark, now there's light. Where there was pain, now there's joy. Where there was weakness, I found my strength. Oh, in the eyes
eyes of a boy. Hush, now I see a light in the sky. Oh, it's almost blinding me. I can't believe I've been touched by an angel with love. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shatter the walls for a new sun. A new day. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shatter the walls for a new sun, a new day. Hush, now I see a light in your eyes. Oh, in the eyes of a boy. I can't believe I've been touched by an angel with love. I can't believe I've been touched by an angel with love. Hush now. A new day. Tell me to calm down. Look all around us here. Fall. It's easy to see from down here. If I'm not swinging, then the war is won. Caught before I'm falling for it all in front of us. Light bestowed, the heavens open, rising over you. Isn't it obvious? You're right in front of me with the answer, with the answer. Sign on the dotted line, in the hands of authority. All that's left now is time.
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളി ഉണര് പ്രണയ ഹരിത കവിത ഉണര് ഹരിത മതമഹോത്സവം കരവീനകൾ പുതുവാണികൾ മതമൊടു തിരുവടി തൊഴുതൽ സുരിചേരണ ബലിപോണതിൽ അനുപരമനുപത മഴകായി മറിമുഖി മമസഹിമയില്ലത ഇവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 മഞ്ഞൊരുകിയ മച്ചിമിഴിലെന്തഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്പിയായി മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമര മൊഴി തിരങ്കയാ മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമര മൊഴി തിരങ്കയാ ഇനി നിലവിലെ ജലഗലികളിൽ ഉണരും വലിയ പ്രണയ കലികൾ തിരത്തുരയിലും ഒരു കടലിലെ ഗസലിലരിയും മനസമായി ഇനി നിങ്ങൾ ദ്രുതതാ Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. Give our dreams to the rising sun.
your head.